ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെരി വെൽക്കം. അപ്പോൾ ഗുഡ് ഈവനിങ് കേട്ടോ, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരും ചായ എല്ലാം കുടിച്ച് സെറ്റായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമ്മളിന്ന് സൂപ്പർ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. കമൻറ്റ് ബോക്സിൽ ഒന്ന് തംസപ്പ് ഇട്ടേ, എല്ലാവരും തംസപ്പ് ഇട്ടേ. ഓക്കെ ആണ്. മിസ്സ് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും അടിപൊളിയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കാമെങ്കിൽ ഒരു തംസപ്പ് ഇടാം കേട്ടോ. ഓക്കെ ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന യൂണിറ്റ് 5 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഏതാണ്? യെസ്, 1 2 3 1 2 3 ആണോ? യെസ്, 1 2 3 1 2 3 നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 1 2 3 അത് തന്നെ. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്കറിയാം ആരാണ് ഈ എണ്ണുന്നത് എന്നെല്ലാം എല്ലാവർക്കും അറിയാം. ഈ പാഠം പഠിച്ച എല്ലാവർക്കും അറിയാം ആരാണ് എണ്ണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞ് ആരാണ് ഇതിൽ എണ്ണുന്നത്, അല്ലെങ്കിൽ ആരാണ് ശരിക്കും നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആരാണെന്ന് പറഞ്ഞെല്ലാവരും. യെസ്, മുറുകിയാണ്. മുറുകി മാത്രമാണോ? മുറുകി ഉണ്ട്. ഫ്രണ്ടിൽ ആരാ ഉള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. കറക്റ്റാണ്. നിങ്ങൾ കരുതുന്നതെല്ലാം കറക്റ്റാണ്, ശരിയാണല്ലോ. മിസ് എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പം എന്താന്ന് പറഞ്ഞേ? യെസ്, ജലമുറുകിയാണ്. ജലമുറുകി അല്ലെങ്കിൽ കുളക്കോഴിയാണ്. അപ്പോൾ കുളക്കോഴി ആണ് ഈ എണ്ണുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെയാണ്, ഏക് ദോ തീൻ. എഴുതിയിരിക്കുന്നത് മുകേഷ് നൗട്ടിയാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഏതോ ഒരു ദിവസം നമ്മുടെ ഈ കാണുന്ന ഈ കുട്ടി അല്ലേ, ഇവൻ്റെ വീട്ടിലേക്ക് ജലമുറുകി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുകയായിരുന്നു? സംസാരിക്കായിരുന്നോ? കളിക്കായിരുന്നോ? എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്യുമായിരുന്നു? യെസ്, ചച്ചിയ അല്ലെങ്കിൽ ചിച്ചിയ രഹീത്തി, ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ കലബില ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടി അന്വേഷിക്കുക, അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കുവാണ് എന്താണ് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ എന്തോ എൻ്റെ വീടിൻ്റെ അകത്തുണ്ട്. അതായത് വീടിൻ്റെ അകത്തേക്ക് നോക്കിക്കൊണ്ടാണ് ചിച്ചിയ രഹീത്തി. അപ്പോൾ അങ്ങനെയാണ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടി വിചാരിച്ചു ഇതിൻ്റെ അകത്ത് ആരോ എന്തോ ഉണ്ടെന്ന്. അപ്പോൾ നോക്കാം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക. യെസ്, അപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഒരുപാട് കുളക്കോഴി കുഞ്ഞുങ്ങൾ അല്ലെ, കുഞ്ഞിക്കോഴികൾ എന്താണ് അവൻ്റെ വീടിൻ്റെ അകത്ത് ഫർഷ് എന്താണ് നിലത്തും ബെഡിലും ബാത്റൂമിൽ കുഞ്ഞു ബക്കറ്റിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ കളിക്കായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് കുട്ടി എങ്ങോട്ടാക്കി? ഈ രണ്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ആക്കി. അപ്പോൾ അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അവർ എണ്ണുവാണ്. എങ്ങനെയാണ്? ഏക് ദോ തീൻ. കണ്ണുകൊണ്ട് ഇങ്ങനെ ഏക് ദോ, പുഴയിലേക്ക് നോക്കും, കുട്ടികളെ നോക്കും, പുഴയിലേക്ക് നോക്കും, കുട്ടികളിലേക്ക് നോക്കും. അങ്ങനെയാണ് നമ്മളുടെ കഥ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം, കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ കഥ എല്ലാവർക്കും ഇതുപോലെ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ, ഹിന്ദിയിൽ അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മിസ് കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ അടിപൊളിയായിട്ട് ഇടണം. ഓക്കെ ആണല്ലോ? യെസ്. നോക്കിക്കേ, ലഡ്കെ കാ ഘർ കഹാം ഹെ. ലഡ്കെ കാ ആൺകുട്ടിയുടെ, ലഡ്കെ കാ ആൺകുട്ടിയുടെ ഘർ കഹാം ഹെ, വീട് എവിടെയാണ് ചോദ്യമാണ്. ആൺകുട്ടി അല്ലെങ്കിൽ നമ്മളുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കുക. എല്ലാവർക്കും ഓപ്ഷൻസിൻ്റെ നമ്പേഴ്സ് മിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അടിപൊളിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മിസ്സിന് മനസ്സിലാവും എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന്. ഓക്കെ ആണല്ലോ? യെസ്. ഓപ്ഷൻസ് വായിച്ചു തരാം. പഹാഡ് കെ പാസ്. പഹാഡ് എന്ന് പറഞ്ഞാൽ മല, മലയുടെ അടുത്ത് അല്ലെങ്കിൽ മൗണ്ടെയിൻ്റെ അടുത്താണെന്നാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്, താലാബ് കെ പാസ്. താലാബ് കുളത്തിനടുത്ത്, താലാബ് മത്ലബ് കുളം അല്ലെങ്കിൽ പോണ്ട്, കുളത്തിൻ്റെ അടുത്ത്. ഈ കഥ വായിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം എന്താണ് ഉത്തരം എന്ന്. അപ്പോൾ മിസ് ചുമ്മാ നിങ്ങളൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓപ്ഷൻസ് വായിക്കുവാണ്. അപ്പോൾ പഹാഡ് കെ പാസ്, താലാബ് കെ പാസ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, സാഗർ കെ കിനാരെ, അതായത് കടലിനടുത്ത് അല്ലെങ്കിൽ കടൽ തീരത്ത് ഒരു ഓപ്ഷൻ. അങ്ങനെ നാലാമത്തെ ഓപ്ഷൻ നോക്കാം, നദി കെ കിനാരെ. എവിടെയാണ്? നദി കെ കിനാരെ. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ ഏതായിരിക്കും കറക്റ്റ് ഉത്തരം. എല്ലാവരും അടിപൊളിയായിട്ട് പറഞ്ഞേ. ചായ എല്ലാം കുടിച്ച് നല്ല എനർജിയിലാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. അപ്പോൾ എന്താണ് നല്ലപോലെ തന്നെ പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, 4 ശരിയാണ്. 4 എന്താണ്? നദി കെ കിനാരെ, നദിയുടെ തീരത്ത് അല്ലെങ്കിൽ നദീതീരത്താണ് നമ്മളുടെ കുട്ടിയുടെ വീട് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പിക്ചറിൽ കാണാം അല്ലേ. ഇതാണ് നദി.
ബാക്ക്ഗ്രൗണ്ടിൽ കാണാം അല്ലേ? ആ നദിയുടെ തീരത്താണ് ഈ കുട്ടിയുടെ വീടെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അത് കറക്റ്റ് ആൻസർ ആണ്, അടിപൊളി ആൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നദിക്ക് കിനാരയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ നദി? അങ്ങനെയാണ് പറഞ്ഞേ, ഏതാണ് നദി? എല്ലാവരും കമന്റ് ബോക്സിൽ ഇട്ടേ, മിസ് ഒന്ന് കാണട്ടെ. യെസ്, യെസ് യെസ് യെസ്, അമ്മീൻ പറയുന്നുണ്ട്. സുസവ. യെസ്, സുസവ നദി. യെസ്, ഗുഡ്, വെരി ഗുഡ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, സുസവ നദിയുടെ അടുത്താണ് കേട്ടോ, കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ എന്താ, കുറച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ, അടുത്ത ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്ക്. സുസവ നദി കെ കിനാരെ കിസ് പക്ഷി കാ പരിവാർ രഹതാ ഹൈ. അതായത് സുസവ നദി കെ കിനാരെ, ആ നദിയുടെ തീരത്ത്, കിനാരെ എന്ന് പറഞ്ഞാൽ തീരം എന്നാണ് കേട്ടോ. അപ്പൊ നോക്ക്, ആ നദിയുടെ തീരത്ത് കിസ് പക്ഷി കാ പരിവാർ രഹതാ ഹൈ, ഏത് പക്ഷിയുടെ, കിസ് എന്ന് വെച്ചാൽ ഏത്, കിസ് പക്ഷി കാ പരിവാർ രഹതാ ഹൈ, ഏത് പക്ഷിയുടെ കുടുംബം, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം അല്ലെങ്കിൽ ഫാമിലി, ഏത് പക്ഷിയുടെ കുടുംബമാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്ക്, ഒന്നാമത്തെ ഓപ്ഷൻ മുറുകി, കോഴി. നോക്ക്, രണ്ടാമത്തെ ഓപ്ഷൻ തോത്ത, തത്തമ്മ അല്ലെ, പാരറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ജലമുറുകി, നാലാമത്തെ ഓപ്ഷൻ കൗവ. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? എല്ലാവർക്കും അറിയാം, മിസ്സിന് അറിയാം. എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ, നാലാണോ എന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ഉത്തരമാണ്, ജലമുറുകിയാണ് കേട്ടോ. ജലമുറുകിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പക്ഷിയുടെ പേര് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ജലമുറുകി എന്ന് പറഞ്ഞാൽ കുളക്കോഴി ആണെന്ന് ഉറപ്പിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജലമുറുകിയാം കഹാം ഘുസ് ആയി. അപ്പൊ നമ്മളുടെ ജലമുറുകിയാം, ഈ കുളക്കോഴികള് കഹാം എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് കേട്ടോ. അപ്പോൾ നോക്ക്, എവിടെ, ഈ ജലമുറുകി അല്ലെങ്കിൽ എന്താ, ഈ കുളക്കോഴികൾ എവിടെ ഘുസ് ആയി, എവിടേക്കാണ് എന്താണ് കടന്നു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കയറി വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ നോക്ക്. ലഡ്കി കെ ഘർ മേ, പെൺകുട്ടിയുടെ വീട്ടിൽ. ലഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി, ഗേൾ എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ലഡ്കി കെ ഘർ മേ, പെൺകുട്ടിയുടെ വീട്ടിൽ. പക്ഷി കെ ഘർ മേ, പക്ഷിയുടെ വീട്ടിൽ. ലഡ്കേ കാ ഘർ മേ, ആൺകുട്ടിയുടെ വീട്ടിൽ. എവിടെയാണ് വന്നിരിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ എന്ന് പറഞ്ഞേ. യെസ്, പോരട്ടെ. അതെ, കറക്റ്റ് ആൻസർ ആണ്. ലഡ്കേ കാ ഘർ മേ, ആൺകുട്ടിയുടെ വീട്ടിലാണ്. പെൺകുട്ടിയുടെ അല്ല, പക്ഷിയുടെ അല്ല, ആൺകുട്ടിയുടെ. അല്ലെങ്കിൽ നമ്മളെ ഈ കൊച്ചെറുക്കൻ എന്ന് പറയില്ലേ, കുഞ്ഞ് കൊച്ചെറുക്കൻ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ കുഞ്ഞു കുട്ടിയുടെ വീട്ടിലാണ് എന്താണ് ഈ രണ്ട് ജലമുറുകിയാം എവിടെ വന്നിരിക്കുന്നത്? ഘുസ് ആയി, അല്ലെങ്കിൽ എങ്ങനെ വന്നിരിക്കുന്നത്? ഘുസ് ആയി, കടന്നു വന്നിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ഉത്തരം. നോക്ക്, അടുത്ത ചോദ്യം നോക്കാം. दो जल मुर्गियां, दे ചോദ്യം നോക്കണം കേട്ടോ. दो जल मुर्गियां बाहर क्या कर रही थी? രണ്ട് ജലമുറുകിയാം. ദോ മത്ലബ് എന്താണ്? രണ്ട്. നമുക്കറിയാം അല്ലെ, ഏക് ദോ തീൻ എന്നാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നമുക്കറിയാം 1 2 3. അപ്പോൾ ഏക് എന്ന് പറഞ്ഞാൽ 1, ദോ എന്ന് പറഞ്ഞാൽ 2, തീൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ദോ ജലമുറുകിയാം, രണ്ട് കുളക്കോഴികള്, ബാഹർ പുറത്ത്. ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. എല്ലാവരും പറഞ്ഞു ബാഹർ പുറത്ത്, ബാഹർ പുറത്ത്. യെസ്, അന്തർ അകത്ത്, അന്തർ അകത്ത്. യെസ്. അപ്പൊ എന്താ? दो जलमुर्गियां बाहर क्या कर रही थी? दो जलमुर्गियां बाहर പുറത്ത്, क्या कर रही थी? क्या. അപ്പൊ നമ്മള് കഹാം, കോൻ എന്ന് പറഞ്ഞെല്ലാം പഠിച്ചു. അപ്പൊ എന്താ ക്യാ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്. എന്താണ്? യെസ്. നിങ്ങൾ ഇട്ടല്ലേ വാട്ട്, അത് തന്നെ. എന്ത് എന്നാണ് ആണ് ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്താ? ക്യാ കർ രഹി തി, രണ്ട് ഈ കുളക്കോഴികളെ എന്ത് ചെയ്യുകയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു അതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്ക്. ബാത് കർ രഹി തി, സംസാരിക്കുകയായിരുന്നു. ബാത് കർന എന്ന് പറഞ്ഞാൽ സംസാരം, സംസാരിക്കുകയായിരുന്നു. ദൗഡ് രഹി തി, ഓടുകയായിരുന്നു. എന്തുവായിരുന്നു? ഓടുകയായിരുന്നു. ദൗഡ് രഹി തി, ഓടുകയായിരുന്നോ അറിയത്തില്ല. ചച്ചിയാ രഹി തി, ചച്ചിയാ രഹി തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു. ഖേൽ രഹി തി, എന്താണ്? കളിക്കുകയായിരുന്നു. എന്തായിരിക്കും അപ്പോൾ? എന്തായിരിക്കും കറക്റ്റ് ഉത്തരം? എന്തായിരിക്കും? 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും? എന്തായിരിക്കും? യെസ് പോരട്ടെ. യെസ്, നിങ്ങളിട്ടോ കമൻറ്റോ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ മൈൻഡിലുള്ളത് കറക്റ്റ് ആയിരിക്കും. യെസ്, ഒന്ന് കാണട്ടെ. യെസ് 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 യെസ്.
ആ കറക്റ്റ് ആൻസർ ആണ്. മൂന്നാമത്തെ ഉത്തരം കറക്റ്റ് ആണ്. യെസ്, ചച്ചിയാ രഹീത്തെ അവര് കലപില ശബ്ദമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടാണ് ആര് വരുന്നത്? നമ്മളെ ഈ ബോയ് ലഡുക്ക വരുന്നത് അല്ലെ. യെസ്, കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ലേഖകനെ ബിലൗട്ട കഹാം ദേഖ. ലേഖകൻ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ. ലേഖകൻ എന്താണ്? എഴുത്തുകാരൻ, റൈറ്റർ. അപ്പോൾ റൈറ്റർ ബിലൗട്ട, ലേഖകനെ ബിലൗട്ട, അതായത് നമ്മുടെ പൂച്ചക്കുട്ടി. ബിലൗട്ട പൂച്ചക്കുട്ടി. ബില്ലി കാ ബച്ച ബിലൗട്ട ഹെ, കുത്തേ കാ ബച്ച പില്ല ഹെ. നമുക്കറിയാം അല്ലേ. യെസ്, അത് കറക്റ്റാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അടിപൊളിയായിട്ട് പഠിച്ച ഒരു പാഠമാണ് അല്ലേ. അപ്പോൾ അത് നോക്കാം. ലേഖകനെ എഴുത്തുകാരൻ ബിലൗട്ട പൂച്ചക്കുഞ്ഞിനെ കഹാം ദേഖ. കഹാം നമുക്കറിയാം. എല്ലാവരും പറഞ്ഞേ കഹാം. എന്താണ് കഹാം? ഒന്ന് എല്ലാവരും പറഞ്ഞേ. യെസ്, എവിടെ. യെസ്, ഗുഡ്. അപ്പോൾ എന്താ? ലേഖകനെ ബിലൗട്ട കഹാം ദേഖ. ലേഖകൻ എന്താണ്? പൂച്ചക്കുഞ്ഞിനെ എവിടെയാണ് കണ്ടത്? അതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഘർമേ, ഒന്നാമത്തെ ഓപ്ഷൻ ഘർമേ, വീട്ടില്. രണ്ടാമത്തെ ഓപ്ഷൻ ദിവാർ കെ ഓട്മേ, മതിലിന് പുറകിലായിട്ട്, മതിലിന് അടുത്തായിട്ട്, അല്ലെങ്കിൽ മതിലോട് ചേർന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പോലെ. നദീമേ, നദിയിൽ. എവിടെയായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞു. ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. പിക്ചർ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ള ഉത്തരം അടിപൊളിയായിട്ട് കിട്ടും അല്ലെ. അപ്പൊ നോക്ക്, ലേഖകനെ ബിലൗട്ട കഹാം ദേഖ എന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതണം? നിങ്ങൾ എല്ലാവരും എന്തെഴുതണം? യെസ്, യെസ്, കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്ക്, ദിവാർക്ക് ഓടുമേ, മതിലിന്റെ ആ ഒരു മറയിൽ. ഓട് മത്ലബ് എന്താണ്? മറ എന്നെല്ലാം പറയില്ലേ. ആ മറയിലായിരുന്നു ആള് നിൽക്കുന്നത്. ഞാൻ നോക്കുകയാണെങ്കിൽ ആരെ നോക്കുമായിരിക്കും? നമുക്കറിയാം അല്ലേ. നമ്മളെ ജലമുറിയോങ്കോ ദേഖ് രഹി തീ ഓ ബിലൗട്ട. നമുക്കറിയാം. യെസ്, അടുത്ത ഒന്ന് നോക്കൂ. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ഉത്തരമാണ് കേട്ടോ. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ഉത്തരങ്ങളാണ്. നോക്ക്, ബിലൗട്ട ക്യോം ഭാഗ്യ. ബിലൗട്ട എന്തിനാണ് ഭാഗുകയ, ഓടിയത്? ഭാഗ്ന മത്ലബ് എന്താ? റൺ. എന്തിനാണ് ബിലൗട്ട? അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ബിലൗട്ട എന്തിനായിരിക്കും ഓടിപ്പോയത്? എല്ലാവരും ഒന്ന് പറഞ്ഞ്. എന്തിനായിരിക്കും ബിലൗട്ട? ക്യോം, എന്തുകൊണ്ട്. ക്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ക്യോം എന്ന് പറഞ്ഞാൽ വൈ എന്നാണ് കേട്ടോ വരാം. അപ്പൊ നോക്ക്, ബിലൗട്ട ക്യോം ഭാഗ്യ. ബിലൗട്ട എന്തിനാ ഓടിയത്? ഈ കഥ വായിച്ച എല്ലാവർക്കും എന്താ അറിയാം? എന്തിനാണ് ബിലൗട്ട ഓടിയതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒന്ന് പറഞ്ഞേ. യെസ്, യെസ്, ജലമുറിയും കൊതിക്കർ ആണോ? നമ്മുടെ ലടുക്കേനും ജലമുറുകീനെ എല്ലാവരെയും കണ്ടിട്ടാണ് ബിലൗട്ട് എന്ത് ചെയ്തത്? ഓടിയത്. അപ്പൊ എന്ത് വരാം? അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. യെസ്, ഗുഡ്. അടുത്ത നോക്ക്. കോൺ ഷോർ മച്ചാത്തി രഹി. ആരാണ് ഷോർ മച്ചാത്തി രഹി? കോൺ എന്ന് പറഞ്ഞാൽ ആര്? ഹു. ആര് അല്ലെങ്കിൽ ഹു. അപ്പൊ എന്താ? ഷോർ മച്ചാത്തി രഹി. ആരാണ് ഷോർ മച്ചാന എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. കഥ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഷോർ മച്ചാന. എന്താണ് ഷോർ മച്ചാന? എല്ലാവരും പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. ഷോർ മച്ചാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പോരട്ടെ. യെസ്, ബഹളം ഉണ്ടാക്കുക, സൗണ്ട് ഉണ്ടാക്കുക. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ആരാണ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ആരാണ് നമ്മളെ കഥയിൽ ഇത്രയും നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും ശബ്ദം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആരാണ് നമ്മളെ കഥയുടെ മെയിൻ ക്യാരക്ടറാണ്? ആരാണ്? യെസ്, നമ്മളുടെ ജലമുർഗി. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ജലമുർഗിയാണ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. എന്തുകൊണ്ടാണ് അറിയാലോ. യെസ്, നമുക്കറിയാലോ. നോക്കാം. ചൂസ് എ കഹാം കഹാം ഥേ. നമുക്കറിയാം എന്തുകൊണ്ടാണ്. നമ്മൾ ജലമുറുകിക്ക് ചൂസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പക്ഷികളെയാണ് ചൂസ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് മുറുകി അല്ലെങ്കിൽ ജലമുറുകി, ഈ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാം പ്രത്യേകിച്ച് എന്താ ചൂസ് എന്ന് പറയും. എന്ത് പറയും? ചൂസ്. ഈ ജാ ഇല്ലേ, ജായുടെ താഴെ ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഇല്ലേ, ആ ഒരു പ്രൊനൗൺസിയേഷൻ ആണ്. ജായുടെ താഴെ കുത്ത് കണ്ടു കഴിഞ്ഞാൽ സ് എന്ന് പ്രൊനൗൺസ് ചെയ്യും. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? സ് എന്ന് പ്രൊനൗൺസ് ചെയ്യും. അപ്പൊ നോക്ക്, ചൂസേ. ചൂജേ എന്ന് വായിക്കത്തില്ല, ചൂസേ എന്ന് തന്നെ വായിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. ഇത് ഓർത്ത് വെക്കണേ. ഇതെല്ലാവരും ഓർത്ത് വെക്കണം കേട്ടോ. ഗുഡ്. അപ്പൊ നോക്ക്, ചൂസേ കഹാം കഹാം തെ. ചൂസേ എവിടെയെല്ലാമായിരുന്നു എന്നാണ് ചോദ്യം. ഈ ചൂസേ എന്താണ്? ചൂസേനെ കാണാതായപ്പോഴാണ് നമ്മളുടെ നമ്മൾ ജലമുറുകി ഷോർ മച്ചാത്തി രഹി. കഴിഞ്ഞോത്തിലുള്ള ഉത്തരം അല്ലെ. ജലമുറുകിയാണ് ഷോർ മച്ചാത്തി രഹി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മളല്ല, നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എന്താ? എന്തുകൊണ്ടാണ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നത്? ചൂസേനെ കാണാത്തതുകൊണ്ടാണ്. നമ്മളെ കുഞ്ഞു പക്ഷികളെ കാണാത്തത് കൊണ്ടാണ് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ചൂസേ കഹാം കഹാം തെ. ചൂസേ എവിടെയെല്ലാമായിരുന്നു? വീടിൻ്റെ അകത്തുണ്ടെന്ന് അറിയാം, പക്ഷെ എവിടെയെല്ലാമായിരുന്നു കണ്ടത്? ആദ്യം ലടുക്ക വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോ, ഈ ചൂസേനെ അന്വേഷിച്ച് ചെന്നപ്പോ എവിടെയെല്ലാമായിട്ടാണ് നമ്മളെ കുഞ്ഞു കോഴികൾ ചൂസേ കണ്ടത്? എല്ലാവരും പറഞ്ഞേ. എല്ലാവർക്കും അറിയാം. എവിടെയാണ്? പറഞ്ഞേ.
യെസ് ഒരാൾ എവിടെയായിരുന്നു? യെസ് ഫർഷ് പർ ഒരാൾ നിലത്തുണ്ടായിരുന്നു, ഫർഷ് പർ ഉണ്ടായിരുന്നു, നിലത്തുണ്ടായിരുന്നു. ഒരാൾ എവിടെയായിരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരാൾ എവിടെയായിരുന്നു? യെസ് സോഫി പർ. ഒരാൾ സോഫയിലും ഒരാൾ നമ്മളുടെ ഫർഷ് പർ നിലത്തും സോഫയിലുമായിട്ട് ഈ ചൂസ് അല്ലെങ്കിൽ കുഞ്ഞു പക്ഷികൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് പാഠഭാഗം പകുതിയോളം മനസ്സിലായിട്ടുണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? യെസ്, വെരി ഗുഡ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലഡ്കേനെ ചൂസേ കോ ക്യാ കിയ? ലഡ്കേ ബോയ്. ഗുഡ്. അപ്പോൾ ലഡ്കേ ബോയ് ആണ്. അപ്പോൾ ലഡ്കേനെ ചൂസേക്കോ, ലഡ്കേ അല്ലെങ്കിൽ ആൺകുട്ടി ചൂസയെ കോ എന്ന് പറഞ്ഞാൽ അതിനെ, അല്ലെങ്കിൽ എന്നെല്ലാം ചേർക്കില്ലേ. അപ്പോൾ ചൂസ ആരാണ്? കുഞ്ഞു പക്ഷിയെ. ലഡ്കേനെ കുഞ്ഞു പക്ഷി അല്ലെങ്കിൽ ലഡ്ക അല്ലെങ്കിൽ ആൺകുട്ടി കുഞ്ഞു പക്ഷിയെ ക്യാ കിയ അതിന് എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു? കൊണ്ടേ കളഞ്ഞോ? ഇല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താ ചെയ്തത്? കഥ വായിച്ചതാണ്. എന്താണ് ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, അതിനെ അതിൻ്റെ മാ ബാപ് കെ സാത്ത് എന്താണ് ഹവാലെ കർ ദിയേ. നമുക്കറിയാം അല്ലെ, അതിനെ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം ഹവാലെ കർ ദിയേ. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കൊണ്ട് ഏൽപ്പിച്ചു. ഹവാല കർന ഏൽപ്പിക്കുക. നമ്മൾ പഠിച്ചതാണ് ഹവാലെ കർന ഏൽപ്പിക്കുക. ഗുഡ്. അപ്പോൾ അതാണ് ഉത്തരം വരിക. കറക്റ്റാണ്, തെറ്റിയൊരു വിഷമിക്കേണ്ട. നമുക്കിപ്പോൾ പഠിച്ചില്ലേ, ഈ വാക്ക് പഠിക്കാം. ഹവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിക്കുക. ഓക്കെ ആണല്ലോ? യെസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. നോക്ക്. ചിത്രക്കെ നീച്ചെ, ചിത്രത്തിന് താഴെ, ചിത്രക്കെ നീച്ചെ ഉചിത് വാക്യ ജോഡേ. ചിത്രത്തിന് താഴെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുറച്ച് പിക്ചേഴ്സ്, 3 പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിന് താഴെ ഉചിത വാക്യ ജോഡേ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് വായിക്കണം. നിങ്ങൾ ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വായിച്ച് പോകുന്നുണ്ട്. ഇതുപോലെ സൂപ്പറായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്താക്കാം? നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഡെയിലി ഒരു കുറച്ച് നേരം എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച്. ഹിന്ദി നമുക്കറിയാം, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ നമ്മൾ ഡെയിലി കുറച്ച് നേരം വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെക്കാം. അതായത് ലാംഗ്വേജ് അങ്ങനെയല്ലേ പഠിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വായിക്കുക കേട്ടോ. ഓക്കെ. ചിത്രക്കെ നീച്ചെ ഉചിത് വാക്യ ജോഡേ. ചിത്രത്തിന് താഴെ ഉചിതമായിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള വാക്യ ജോഡേ, സെന്റൻസ് ജോഡേ ചേർക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടില്ലേ. മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഘർ കെ സാമനെ ബിലൗട്ടാ ഹെ. घर के सामने एक बिलौटा है. അതായത് വീടിന് സാമനെ മുന്നിൽ ഏക്ക് ബിലൗട്ടാ ഹെ, ഒരു എന്തുണ്ട്? പൂച്ചക്കുഞ്ഞുണ്ട്. ബിലൗട്ട, യെസ്, പൂച്ചക്കുഞ്ഞുണ്ട്. ഒരു ഓപ്ഷൻ. അങ്ങനെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്. പേട് കെ നീച്ചെ ഏക്ക് ലഡ്കാ ഹെ. മരത്തിന് താഴെ, പേട് കെ നീച്ചെ മരത്തിന് താഴെ ഏക്ക് ബിലൗട്ടാ ഹെ, ഒരു ബിലൗട്ട ഉണ്ട് എന്ന് പറയുകയാണ്. ഓക്കെ. താലാബ് കെ കിനാരെ, തലാബല്ല കേട്ടോ, താലാബ് കെ കിനാരെ ഏക്ക് ജലമുർഗി ഹെ. കുളത്തിന് തീരത്ത്, കുളത്തിൻ്റെ തീരത്ത് ഏക്ക് ജലമുർഗി ഹെ, ഒരു ജലമുർഗി ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ ഓപ്ഷൻസ്. നമ്മൾ പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കറക്റ്റ് സെൻറ്റൻസ്, നമുക്കിത് 1 2 3 എന്ന് ഇടാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് 1 2 3 എന്ന് ജസ്റ്റ് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും വരാന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ മിസ് പിക്ചർ കാണിച്ചു തരാം. ഓക്കെ. ഇത് ഏത് വരും? ഈ ഒരു ചോദ്യത്തിൽ ഏത് വരും? 1 വരൂ, 2 വരോ, 3 വരും? പിക്ചർ എല്ലാവരും അടിപൊളിയായിട്ട് നോക്കിക്കേ. ഇയാൾ ആരാണ്? നമുക്കറിയാം. ഇയാൾ ആരാണ്? കമൻറ്റ് ബോക്സിലിട്ടേ. ഇയാൾ ആരാണ്? ഇയാളെപ്പറ്റി തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ ആരാണ്? യെസ്, ജലമുറുകിയാണ്. വെരി ഗുഡ് കേട്ടോ. അപ്പോൾ ജലമുറുകിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരും പറഞ്ഞേ എവിടെയാൾ നിൽക്കുന്നത് നമ്മൾ കണ്ടു, പിക്ചറിൽ കണ്ടു. അപ്പോൾ പറഞ്ഞേ ഘർ കെ സാമനെ ഏക്ക് ബിലൗട്ടാ ഹെ. ബിലൗട്ടേനാണോ നമ്മൾ കണ്ടത്? അല്ല. ഓക്കെ, അല്ല. ശരി, സമ്മതിച്ചു. അല്ല. പേട് കെ നീച്ചെ ഏക്ക് ലഡ്കാ ഹെ. മരത്തിന് താഴെ ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. ആൺകുട്ടീനെയാണോ നമ്മൾ കണ്ടത്? അതുമല്ല. ശരി. തലാബ് കെ കിനാരെ, കുളത്തിന് തീരത്തായിട്ട് ഒരു ജലമുർഗി ഉണ്ട്. ജലമുർഗീനെ കണ്ടു. അപ്പോൾ ആരാണ്? കുളത്തിന് തീരത്ത് നിൽക്കുന്ന ജലമുർഗിയാണ് അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ കുറേ പേര് കമൻറ്റ് ഇട്ട് യെസ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നോക്ക്. താലാബ് കെ കിനാരെ എക്ക് ജലമുർഗി ഹെ. കുളത്തിന് അരികിൽ അല്ലെങ്കിൽ അതിൻ്റെ തീരത്ത്, കിനാരെ മറക്കരുത് കേട്ടോ, തീരം എന്നാണ് വരാം കേട്ടോ. അതിൻ്റെ തീരത്ത് ഒരു ജലമുർഗി, ഏക്ക് ജലമുർഗി. ഏക്ക് മത്ലബ് ഒന്ന്, ഒരു ജലമുർഗി ഉണ്ട്. ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത പിക്ചർ നോക്കാം.
ഇത് ഇയാൾ ആരാ? ഒരാളെ കാണുന്നുണ്ട് എല്ലാവർക്കും അല്ലേ? കാണാമല്ലോ, കൃത്യമായിട്ട് കാണാമല്ലോ. ആ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചറാണ്. എന്താണ് ഇവിടെ കാണുന്നത്, ആരെയാണ് കാണുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓപ്ഷനിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരും എന്ന് പറഞ്ഞാടാ? യെസ്, ഘർ കെ സാമനെ ഏക് ബിലൗട്ടെ ആയിരിക്കോ? ഇത് നമ്മളുടെ കഴിഞ്ഞു. घर के सामने एक बिलाउटे ആയിരിക്കുമോ, പേड़ के नीचे एक लड़का ആയിരിക്കുമോ? ലടുക്കേനെയാണോ നമ്മൾ കണ്ടത്? ലടുക്കേനെയാണോ കണ്ടത്? അല്ല, ആരെയാ കണ്ടത്? യെസ്, ബിലൗട്ടേനെയാണ് കണ്ടത്, പൂച്ചക്കുട്ടീനെയാണ് കണ്ടത്. അപ്പോൾ എന്താ? घर के सामने, വീടിന് മുൻപിൽ ഒരു ബിലൗട്ടയുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയി വരിക. നോക്ക്, घर के सामने, വീടിന് സാമനെ, സാമനെ മുൻപിൽ, മീനൊക്കെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. വീടിന് മുൻപിൽ, വീടിന് മുൻപിൽ ഏക്ക് ബിലൗട്ട ഹെ, ഒരു ബിലൗട്ട ഉണ്ട്. അതാണ് ആൻസർ ആയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ, അതാണ് ആൻസർ ആയിട്ട്. അപ്പോൾ അടുത്ത പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ്. ആരാണ്? ഒരു ലടുക്കയുണ്ട്, പിന്നെന്തുകൊണ്ട്? യെസ്, ഒരു പേടും ഉണ്ട്, ട്രീയും ഉണ്ട്. കറക്റ്റ് ആണോ? ട്രീ ആണ്. അപ്പോൾ എന്താ? അപ്പം നമ്മൾ ആൻസർ എന്ത് വരും? യെസ്, കറക്റ്റ് ആൻസർ നമ്മളെ ഫസ്റ്റ് അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ അല്ലേ. അപ്പോൾ എന്താ? പേടിക്കേ നീച്ചേ എക്ക് ലടുക്കാ ഹേ, മരത്തിന് താഴെ ഒരു ലടുക്കയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് അല്ലേ, ഇരിക്കുകയാണ് അല്ലേ ആള്. ശരിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസിന്റെ ആൻസർ വരാം. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. നോക്ക്, ആജ് ജൽമുർഗിക്ക് ചൂസേ, അതായത് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പാഠത്തിന്റെ എന്താണ്, ഓരോരോ എന്താണ് സീനുകൾ അല്ലെങ്കിൽ ഓരോരോ സന്ദർഭങ്ങൾ എന്ത് ചെയ്തെന്നിരിക്കുന്നു, മിക്സ് ആൻഡ് മാച്ച് ആക്കി തന്നിരിക്കുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, നമ്മളെല്ലാവരും ചെയ്യുന്നു അല്ലെ. അറേഞ്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സഹി ക്രമേ ലിഖേം, അതായിരിക്കും നമ്മളുടെ ചോദ്യം. സഹി ക്രമേ ലിഖേം അതായിട്ട് ചോദ്യം. മിസ് ഇവിടെ എഴുതരാം. സഹി ക്രമേ ലിഖേം, ശരിയായിട്ടുള്ള ഓർഡറിൽ, ശരിയായിട്ടുള്ള ക്രമത്തിൽ എഴുതൂ, അതായിരിക്കും നമ്മൾ ചോദ്യമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് വായിക്കാം കേട്ടോ. മിസ്സിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് തന്നെ വായിക്കുക. അപ്പോൾ നോക്ക്, ആജ് ജൽമുർഗിക്ക് ചൂസേ മേരെ ഘർ മേ ഘുസായേ, ആജ് ഇന്ന് ജൽമുർഗിക്ക് ചൂസേ, ജൽമുർഗിയുടെ ചൂസേ. മിസ് പറഞ്ഞു ജാടെ താഴെ കുത്തു പറഞ്ഞാൽ എന്ത് വായിക്കും? യെസ്, സെഡ് എന്ന്, സ എന്ന് വായിക്കും. അപ്പോൾ എന്താ? ചൂസേ കോഴിക്കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എന്താ കുളക്കോഴിക്കുഞ്ഞുങ്ങൾ, മേരെ ഘർ മേ ഘുസായേ, എൻ്റെ വീട്ടിൽ, മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ, ഘുസ് ആയേ കടന്നു വന്നിരിക്കുന്നു. അതാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയേ. ജൽമുർഗിയാം ഷോർ മച്ചാ രഹി ഥി, ജൽമുർഗിയാം ഷോർ മച്ചാ രഹി ഥി, ഷോർ മച്ചാന എല്ലാവർക്കും അറിയാം. ഷോർ മച്ചാന, ഷോർ എന്താണ്? യെസ്, സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. വെരി ഗുഡ്, സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. യെസ്. അപ്പോൾ നോക്ക്, ജൽമുർഗിയോം കോ ഭി ഗിനത്തി ആത്തി ഹൈ, ജൽമുർഗിയോം അല്ലെങ്കിൽ എന്താ കുളക്കോഴികൾക്കും കോഭി അവർക്കും കൂടെ ഗിനത്തി, ഗിനത്തി എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ആണ്. നമ്മൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പഠിച്ചതാണ് അല്ലേ. ഗിനത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ടിങ് ആണ്. ജൽമുർഗിയോം കോഭി ഗിനത്തി ആത്തി ഹൈ എന്നാണ്, അല്ലെങ്കിൽ കൗണ്ടിങ് അറിയാം എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കാം, ബിലൗട്ടേ സേ ഡർ കർ ചൂസേ ഘർ കെ അന്തർ ഘുസ് ഗയേ, ബിലൗട്ടേ അല്ലെങ്കിൽ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ എന്താ പേടിച്ചിട്ട്, ഡർക്കർ അതിനെ പേടിച്ചുകൊണ്ട്, ചൂസേ ഘർ കെ അന്തർ ഈ കോഴിക്കുഞ്ഞുങ്ങള് ഘർ കെ അന്തർ വീടിൻ്റെ അകത്ത് എന്താ ഘുസ് ഗയേ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി എന്ന് പറയണം. അപ്പോൾ എന്താ? പൂച്ചക്കുഞ്ഞിനെ കണ്ട് ഈ നമ്മുടെ കുഞ്ഞു കോഴികൾ വീടിൻ്റെ അകത്തേക്ക് കയറി. അതാണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കാം, മേനെ ചൂസോം കോ പക്കടുക്കർ ജൽമുർഗിയോം കോ ദേ ദിയാ, ഞാൻ ചൂസോം കോ പക്കടുക്കർ, ചൂസ് അല്ലെങ്കിൽ എന്താണ് കിളിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട്, പക്കടുക്കർ പിടിച്ചുകൊണ്ട്, ജൽമുർഗിയോംകോ ദേ ദിയാ, ജൽമുർഗിയോംകോ അല്ലെങ്കിൽ ജൽമുർഗികൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്ക്, ജൽമുർഗിയാം നദി കി തരഫ് ദൗഡ് ഗയി, ജൽമുർഗിയ എന്ത് ചെയ്തു? നദി കി തരഫ്, എന്താ നദിയുടെ അടുത്തേക്ക് എന്താണ് ഓടിപ്പോയി. അതാണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ക്രമത്തിലൊന്ന് എഴുതിയേ. നമുക്കിത് 1 2 3 ഇടാം. 1 2 3 4 5 and 6 ഇതൊന്ന് ഓർഡറിലാക്കി എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, ഒന്നാമത്തത് തന്നെയാണ്. ഗുഡ്. ഇത് ഫസ്റ്റ് വൺ തന്നെയാണ്. യെസ്, 1 ആണ്. യെസ്. പിന്നെ എന്താ വരിക? ജൽമുർഗിയാം ഷോർ മച്ചാ രഹി ഥി, അതായിരിക്കും വരിക. ജൽമുർഗിയോം കോ ഗിനത്തി ആത്തി ഹൈ, അത് ലാസ്റ്റ് ആയിരിക്കില്ല വരിക. യെസ്. ബിലൗട്ടേ സേ ഡർ കർ ചൂസേ ഘർ കെ അന്തർ ഘുസ് ഗയേ, പേടിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി, അതായിരിക്കും. മേനെ ചൂസോം കോ പക്കട് കർ ജൽമുർഗിയോം കോ ദേ ദിയാ, എന്തായിരിക്കും? ബിലൗട്ടേ സേ ഡർ കർ. യെസ്, നമ്മളുടെ എന്താണ് നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും വരാം. ബിലൗട്ടേ സേ ഡർ കർ എന്താ? നദി കെ കിനാരെ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തേക്ക്, സോറി കേട്ടോ, വീടിൻ്റെ അകത്തേക്ക് പോയി. ശരി. മേനെ ചൂസോം കോ പക്കട് കർ ജൽമുർഗിയോം കോ ദേ ദിയാ, അതായിരിക്കും വരിക.
അതായിരിക്കും വരിക, അറിയില്ല അല്ലേ. നമുക്ക് ഓപ്ഷൻ ആൻസേഴ്സ് നോക്കാം. നിങ്ങൾ കറക്റ്റാണ്, യെസ് കമന്റ് ബോക്സിൽ ഇടുന്ന മിസ് കാണുന്നുണ്ട് കേട്ടോ. യെസ് കറക്റ്റ്. നമുക്ക് ഉത്തരം കറക്റ്റ് നോക്കാം. നിങ്ങൾ പറയുന്നു മിസ് ഇവിടെ എഴുതി പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് കറക്റ്റ് ആൻസർ നോക്കാം. യെസ് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആജ് ജലമുർഗി കെ ചൂസേ മേരെ ഘർ മേ ഘുസ് ഗയേ. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ഒന്നാമത്തത് തന്നെയാണ്. ബിലൗട്ടെ സെ ഡർ കർ ചൂസേ ഘർ കെ അന്തർ ഘുസ് ഗയേ ആണ് കേട്ടോ. ഘുസ് ഗയേ. ഓക്കെ, ഘുസ് ഗയേ എന്നാണ്ട് വരാം. അപ്പൊ നോക്ക് ജലമുർഗ്യാം ഷോർ മച്ചാരഹീത്തി. നിങ്ങൾ പറഞ്ഞത് 1, ഇത് 4. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻസ് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താ, ഒന്നാമത്തെ തന്നെയായിട്ട് വന്നു, രണ്ടാമത്തായിട്ട് വന്നു. കറക്റ്റ് ആണ്, അത്രയും ശരിയായിരുന്നു. അപ്പൊ നോക്കാം അടുത്ത ഓപ്ഷൻസ് നോക്കാം. ജലമുർഗ്യാം ഷോർ മച്ചാരഹീത്തി. അത് എന്താണ്, അവർ കയറിപ്പോയപ്പോ, അകത്തേക്ക് കയറിപ്പോയപ്പോ അച്ഛനും അമ്മയും അല്ലെ, അച്ഛൻ അമ്മയായിട്ടുള്ള കിളികൾ എന്ത് ചെയ്തു, ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഘുസ് ഗൈ, അത് ശബ്ദമുണ്ടായിക്കൊണ്ടേയിരുന്നു അകത്തേക്ക്. ഘുസ് ജാനേസെ അല്ലെങ്കിൽ ഘുസ് ജാനേസെ മതലബ് എന്താണ്, അകത്തേക്ക് കയറിക്കൊണ്ട് പോയപ്പോൾ എന്താണ്, ഇവര് പുറത്തു നിന്ന് വളരെ ശബ്ദമുണ്ടായിക്കൊണ്ടേയിരുന്നു. മെനെ ചൂസോങ്കോ പക്കടിക്കർ ജലമുറുകിയോങ്കോ ദേദിയ. ഞാൻ ആ കുഞ്ഞി കിളികൾ അല്ലെങ്കിൽ കുഞ്ഞു പക്ഷികളെ പിടിച്ചുകൊണ്ട് പക്കടിക്കർ എന്ത് ചെയ്തു, അച്ഛനും അമ്മയും ആയിട്ടുള്ള ആ കിളികൾക്ക് കൊടുത്തു. ജലമുറുകിയം ആ കുളക്കോഴികൾക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ജലമുറുകിയാം നദീക്ക് തരഫ് ദൗഡ് ഗൈ. ജലമുറുകിയ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും നദീക്ക് തരഫ്, നദിയുടെ ആ ഒരു സൈഡിലേക്ക്, ആ ഒരു ദിശയിലേക്ക് ദൗഡ് ഗൈ, ഓടി എന്നാ പറയുന്നത്, ഓടിപ്പോയി എന്ന് പറയാണ്. ജലമുറുകിയോം കോബി ഗിനത്തിയാത്തി ഹെ. ലാസ്റ്റ് ആണ് വരുന്നത്. നമ്മുടെ കുട്ടിക്ക് മനസ്സിലാവാണ്, നമ്മളെ അവരുടെ ഇടയ്ക്കൊക്കെ മനസ്സിലാവുകയാണ് ജലമുറുകികൾക്കും എന്തറിയാമെന്ന്, ഗിനത്തി എണ്ണാൻ അറിയാം അല്ലെങ്കിൽ കൗണ്ടിങ് അറിയാമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റ് ആക്കിയ എല്ലാ കുഞ്ഞുങ്ങളും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു. നിങ്ങൾ അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ സൂപ്പറായിട്ട് വായിക്കണം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് വായിക്കണം. നല്ലപോലെ തന്നെ മീനിങ്സ് വായിച്ച് പഠിക്കുക. ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം, ചെയ്ത് എഴുതി വായിച്ച് അടിപൊളിയായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.